ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ 8 ഇഞ്ചിൻ്റെ എൽ പോർട്ട് സബ് വൂഫർ ബോക്സിൽ നിന്ന് ഓഡിയോ ടെസ്റ്റ് ചെയ്യാൻ പോണ്. അതിന് നമ്മൾ മാഗ്നക്സിൻ്റെ ഒരു 8 ഇഞ്ച് വൂഫറാണ് എടുത്തേക്കുന്നത്. കുറച്ച് ടെമ്പർ ഉണ്ട് എൻ്റെ ഡയഫ്രോഗ്. അർഗോസ് ഞാൻ ഉപയോഗിച്ചത്. അർഗോസ് കുറച്ചുകൂടെ സ്മൂത്താണ് കേട്ടോ. ഇത്രയും വെയിറ്റ് ഇല്ല അർഗോസിന്, എന്താണെന്നറിയില്ല. പക്ഷേ കേൾക്കാനൊക്കെ നല്ല സോഫ്റ്റ് ബാസാണ് അർഗോസ്. ഇത് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അവസാനം. അപ്പോൾ നമ്മളിത് കണക്ഷൻ ചെയ്യാം. ഇത് വയറൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്പീക്കർ കണക്ഷനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഡോഗ് സൗണ്ടിൻ്റെ ബനാന സോക്കറ്റാണ് ഉപയോഗിച്ചിരുന്നത്. കേട്ടോ, ഡോഗ് സൗണ്ടിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. റൗണ്ടും ഉണ്ട്, സ്ക്വയറും ഉണ്ട്. നമ്മളിതിനകത്ത് റൗണ്ടാണ് വെച്ചേക്കുന്നത്. ബാക്ക് സൈഡ് കാണിച്ചു തരാം. അകത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഹോളൊക്കെ റൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓഫർ കൊടുത്തിട്ട് സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കണക്ഷൻ വരുന്നത് പ്രസ് ലോക്കാണ് കേട്ടോ. നമ്മൾ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്താൽ മതി, സോൾഡറിങ് അല്ല. മറ്റുള്ള പ്രീമിയം ടൈപ്പ് ഊഫറിനകത്ത് തന്നെ രീതിയിലെല്ലാം സംഭവമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഊഫർ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. 8 സ്ക്രൂ ആണ് വരുന്നത് ഊഫറിന്. അങ്ങനെ നമ്മൾ ഊഫർ മാഗ്നസ് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ബോക്സിൽ കയറ്റി ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നസിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ചോണ്ട്. അപ്പോഴാണ് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വന്നത്. അപ്പോൾ ഊഫർ അകത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ബോക്സിൻ്റെ ഇതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഈ മാഗ്നസിൻ്റെ ഈ റബ്ബർ ബീഡിങ്ങിന് ഇച്ചിരി തിക്നെസ് കൂടുതലാണ്. ഒരു 3/4 ഇഞ്ച് കനം കൂടുതലാണ് പുറത്തോട്ട് ആ ലെവലിൽ നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അടിയിലാണ് നമ്മൾ പോർട്ട് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇനി ബുഷ് നല്ലോണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി നിൽക്കും. വേണമെങ്കിൽ ഗ്രില്ല് കൊടുക്കാം. അതിനുള്ള ഗ്രിൽ ഫാസ്റ്റിംഗ് ഹോൾ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് നമ്മൾ ചെയ്തിട്ടില്ല. അടുത്ത് നമ്മൾ ഗ്രില്ലിൻ്റെ ഫ്രെയിമിൽ ക്ലോത്തൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഗ്രില്ലുണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം. താഴെ ഗ്രൗണ്ടിൽ വെച്ചാലാണ് നല്ല ബേസ് കിട്ടുള്ളൂ. പിന്നെ സപ്പോർട്ടിന് വേണ്ടി 2 മിനി ടവറും വെച്ചിട്ടുണ്ട്. അതിന് വീഡിയോ നമ്മൾ വേറെ ചെയ്യാം കേട്ടോ. അത് വേറെ ടീമിനോട് ചെയ്യണം. 6 ഇഞ്ച് സബ് വൂഫർ വെച്ചിട്ടൊരു ഹോം തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള മിനി സാറ്റലൈറ്റ് ടവറുകളാണ്. അപ്പോൾ അത് 2 ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം. റൂമിലൊരു ഹാളിൽ വെച്ചാലാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ്. ഇതിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ഡ്രസ്സില്ല അകത്താണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാരണം കുഴപ്പമില്ല. എന്നാലും ഒരു ഇരുത്തിട്ടണമെങ്കിൽ റൂമിൽ തന്നെ വേണം കേട്ടോ. നമ്മുടെ ആംപ്ലിഫയർ ചെറിയൊരു ആംപ്ലിഫയറാണ്. 35 വാട്ട്സിൻ്റെ 7265 IC വെച്ചിട്ടുള്ളൊരു സബ് വെച്ചിട്ടുള്ള ചെറിയ ആംപ്ലിഫയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു 70% ആകുമ്പോഴേക്കും ആംപ്ലിഫയറിൻ്റെ മാക്സിമം ആകുമ്പോഴേക്കും ഗെയിം കൂടിയിട്ടൊരു പതർച്ച വരും. അപ്പോൾ നമുക്ക് നല്ലൊരു ആംപ്ലിഫയർ വാട്ട്സ് കൂടി കൊടുത്തു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഈ ബോക്സ് മേക്ക് ചെയ്യുന്ന ഫുൾ വീഡിയോ ചാനലുണ്ട്, കാണത്തിലൊന്ന് കണ്ടു നോക്കാം. അതിനകത്തിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.